മുന്നിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ ഇഷാനി വല്ലാതെയായി. എന്ത് പറ്റി മിയ ചേച്ചി? മോളെ, ഫ്ലാറ്റിൽ അമ്മയ്ക്ക് വന്നിരുന്നു. അപ്പം ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. അത് കുറച്ച് തരാമെന്ന് കരുതി വന്നതാ. മോൾ നേരത്തെ ഫ്ലാറ്റിൽ വരുന്നത് ഞാൻ കണ്ടിരുന്നു. ആ ചേച്ചി, അത് പറഞ്ഞ് ഇഷു അത് വാങ്ങി വെച്ചു. എന്നാൽ ശരി മോളെ, അവിടെ എല്ലാവരും ഉണ്ട്, പിന്നെ വരാം. ഇഷു ചെറുതായി തല കുലുക്കി. അവർ പോയതും ഡോർ അടച്ച് ലോക്കിട്ടു. ആരാനി? പെട്ടെന്ന് പുറകിൽ കൂടെ അർജുൻ അവളെ ചേർത്ത് പിടിച്ചതും അവളൊന്ന് ഞെട്ടി. ആരായിരുന്നു അത്? അവൻ ചോദിച്ചു. അത് അപ്പുറത്തെ ചേച്ചിയാണ്. അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ഇത് തരാൻ വന്നതാ. എന്താ ഇത്? അവൻ ചോദിച്ചു. ബിരിയാണി. സാർ ഇരിക്കും, ഞാൻ ഭക്ഷണം വിളമ്പാം. പിന്നെ ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ പോട്ടെ ആനി, ഇപ്പോൾ തന്നെ ലേറ്റായി. ഇനിയിപ്പോൾ അവരൊക്കെ വരില്ലേ? ഞാൻ നൈറ്റ് വിളിക്കാം. അതും പറഞ്ഞ് അവളുടെ കവളിൽ നെറുകിലും മുത്തി അവൻ പോവാനിറങ്ങി. പോട്ടെ. ഡോറയിൽ നിന്ന് ഒരിക്കൽ കൂടിയും അവളോട് യാത്ര പറഞ്ഞു. അവൻ നടന്നു ലിഫ്റ്റിൻ്റെ അവിടേക്ക്. അവൻ പോകുന്നതും നോക്കി നിന്നു. അവൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ അവൾ ഡോർ ലോക്ക് ചെയ്തു ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിൽ നിന്ന് അവൻ കാറിൽ കയറുന്നത് നോക്കി. ഒരു നിമിഷം അവളുടെ മുഖം മങ്ങി. തന്നൊന്നും നോക്കിയില്ലല്ലോ. അവളുടെ മനസ്സ് പരിതപിച്ചു. അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ അവളെ തേടി എത്തുക തന്നെ ചെയ്തു. അവരുടെ കണ്ണുകൾ തമ്മിൽ യാത്ര പറഞ്ഞു. ഇരുവരുടെ ചുണ്ടിൽ ഒരു ഇളം പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവിടെ നിന്ന് പോയതും ഇഷാനിയുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ തെളിഞ്ഞു. അവൻ്റെ സ്നേഹത്തിൻ്റെ അവശേഷിപ്പുകൾ പോലെ അവളുടെ മുഖം മണത്താൽ ചുവന്നു. ഡ്രൈവ് ചെയ്തു പോകുന്ന അർജുൻ്റെ മനസ്സിലും കുറച്ചു നേരം മുമ്പ് കഴിഞ്ഞ അവരുടെ പ്രണയ നിമിഷങ്ങളായിരുന്നു. അവൻ്റെ ചുണ്ടിൽ അത്രയും മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു. നിമിഷങ്ങൾ കടന്നുപോയി. ഓഫീസിൽ നിന്നിറങ്ങിയ ദിയയുടെ മുന്നിൽ ഒരു വാൻ കൊണ്ടു നിർത്തി. അധികം ആരുമില്ലാത്ത വഴിയായിരുന്നു. തൊട്ടടുത്ത നിമിഷം വാനിൽ നിന്ന് 2-3 ആജാവഹുക്കളായ ആളുകൾ ഇറങ്ങി. അവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. വണ്ടി മിന്നൽ വേഗത്തിൽ അവിടെ നിന്ന് പാഞ്ഞുപോയി. ആരാ നിങ്ങൾ? ദിയ ചോദിച്ചു. അവർ ഒന്നും മിണ്ടിയില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ആരാ നിങ്ങൾ? എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? തൊട്ടടുത്ത നിമിഷം ദിയയുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു. മിണ്ടി പോവരുത്, അയാൾ പറഞ്ഞു. അവൾക്ക് ആ കവിൾ പറഞ്ഞു പോകുന്ന പോലെ അനുഭവപ്പെട്ടു. അവൾ പേടിയോടെ മിണ്ടാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അവളെ വലിച്ചിറക്കി ആൾതാമസമില്ലാത്ത ഒരു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ എന്തേ ചെയ്യുന്നത്? ഇവിടെ എന്നെ, അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവൾ അതൊന്നും കേൾക്കാതെ അവൾ വിളിച്ചു കൊണ്ടുപോയി ഒരു റൂമിൽ പൂട്ടിയിട്ടു. ഇവളിതെന്താ വരാത്തെ? ഇഷു ഫ്ലാറ്റിൽ യേശുവിനെ കാണാതെ ടെൻഷൻ അടിച്ച് നിൽക്കണം. സമയം 9 ആവുന്നു. യേശു എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് ദേവനും ഗായനും വിളിച്ച് അറിയിച്ചു. അവരും ടെൻഷനിലാണ്. ഇതേ സമയം യേശു സ്കൂട്ടിൽ വരുമ്പോൾ ഒരു വണ്ടി അവളെ ഇടിച്ചു. അവൾ വണ്ടിയിൽ നിന്ന് വീണു. പക്ഷേ കൂടുതൽ പരിക്കൊന്നും പറ്റിയില്ല. തല പൊട്ടി, കാലിന് ചെറിയ വേദന. പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ടതും യേശുവിൻ്റെ ഉള്ളിൽ വെള്ളിടി വിട്ടി. അവളെങ്ങനെയൊക്കെ എഴുന്നേറ്റ് ഓടി. പിടിക്കുക അവളെ! ആ കാറിലുള്ളവർ ഗുണ്ടകളോട് ആജ്ഞാപിച്ചു. ഗുണ്ടകൾ അവൾക്ക് പിന്നാലെ പാഞ്ഞു. യേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാലിൻ്റെ വേദന കൊണ്ട് അവൾക്ക് ഓടാൻ പറ്റുന്നില്ല. എങ്കിലും അവൾ ഓടിപ്പോയി. അവൾ ചെന്ന് പെട്ടത് എതിർഭാഗത്തു നിന്ന് വരുന്ന ഒരു പോലീസ് ജീപ്പിൻ്റെ മുന്നിൽ. ആ വണ്ടി തൊട്ടില്ല പോലെ അവളുടെ മുന്നിൽ നിർത്തി. അതിൽ നിന്ന് വരുന്ന ആളെ കണ്ടതും യേശുവിൽ ആശ്വാസം നിറഞ്ഞു. വിക്രം! അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി. അവളെ കണ്ടതും അവനും നെട്ടി. ഇത് ഇഷാനിയുടെ ഫ്രണ്ടല്ലേ? അവൻ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് അവളുടെ പുറകെ 2-3 ഗുണ്ടകളെ അവൻ കാണുന്നത്. അവൻ അവരെയും മാറി മാറി നോക്കി. അവളുടെ നെറ്റിമേൽ ഉള്ള മുറിവ് കണ്ടപ്പോൾ അവന് കാര്യം ചോദിച്ചു. അവൾ ഗുണ്ടകളെ നോക്കി. നീ വണ്ടിയിൽ കയറ്, അതും പറഞ്ഞു. അവൻ ഗുണ്ടകൾക്ക് നേരെ തിരിഞ്ഞു. എന്താ നിങ്ങൾക്ക് വേണ്ടേ? അവൻ ചോദിച്ചു. സാർ ഇതിൽ ഇടപെടേണ്ട. നിങ്ങൾക്ക് വേണ്ട അവളെ ഇങ്ങനെ തന്ന് സാർ പോവാൻ നോക്ക്. അത് കേട്ട് വിക്രം ചിന്തിച്ചു. അതിനല്ലല്ലോ മോനെ എനിക്ക് സർക്കാർ ശമ്പളം തരുന്നത്. ഇതുപോലെ കാണുമ്പോൾ ഇടപെട്ട് അതിന് തീരുമാനം ഉണ്ടാക്കേണ്ട ഞങ്ങളെപ്പോലെയുള്ള പോലീസുകാരല്ലേ? അവൻ മീശ പിരിച്ചു പറഞ്ഞു. പിന്നീട് അവിടെ സിനിമയെ വെല്ലുന്ന ഫൈറ്റായിരുന്നു. അടികൊണ്ട് ഗുണ്ടകൾ താഴെ വീണു. അവൻ ഫോണെടുത്ത് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞതും അവിടേക്കൊരു പോലീസ് ജീപ്പ് വന്നു. അവൻ പോലീസുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. സാർ, എൻ്റെ വണ്ടി. അവൾ പതുക്കെ പറഞ്ഞു. എടോ, ഈ കുട്ടിയുടെ വണ്ടി അവിടെയുണ്ട്. അതാരെങ്കിലും സ്റ്റേഷനിൽ കൊണ്ടുവരണം കേട്ടോ. അവൻ പോലീസുകാരനോട് പറഞ്ഞു. ഓക്കെ സാർ. അതും പറഞ്ഞ് അവനൊരു സല്യൂട്ടും കൊടുത്തു. പിന്നീട് അവൻ്റെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിൽ പോയി അവളുടെ തലയിൽ ബാൻഡേജ് ഇട്ടു. കാലുമുട്ട ഒരിഞ്ഞതിൻ്റെ മുറിവ് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഡോക്ടർ മരുന്ന് കൊടുത്തു. നാളെ വേദന വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണിക്കാൻ പറഞ്ഞു. പിന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് നടന്നു.
വണ്ടിയിൽ കയറി. എവിടെ താമസിക്കുന്നത്? അവൾ സ്ഥലം പറഞ്ഞു കൊടുത്തു. ഇഷാനി അവിടെയാണോ? അവൻ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. എന്തായിരുന്നു പ്രശ്നം? എന്തിനാ അവൾ തൻ്റെ പുറകെ വന്നത്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ അവനെ നോക്കി. പിന്നെ അവൾ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു. പക്ഷെ അത് ഓർമ്മ വരുമ്പോൾ അവളുടെ മുഖത്ത് ഭയം നിഴലിച്ചു. അതവൻ ശ്രദ്ധിച്ചു. അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. റിലാക്സ്, അത് പറഞ്ഞ് അവൻ അവൾക്ക് വെള്ളം നൽകി. അവളത് വാങ്ങി കുടിച്ചു. താൻ ടെൻഷൻ ആവണ്ട, ഇപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ വരേണ്ട, പിന്നെ പറഞ്ഞാൽ മതി. ഇത് എൻ്റെ നമ്പറാണ് എന്ന് പറഞ്ഞ് ഒരു കാർഡ് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി. വിക്രം IPS, അവൻ്റെ പേരും നമ്പറുമാണ് അതിൽ. അവൾ അതൊന്ന് നോക്കി. പിന്നെ അവനെയും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, അവൻ പറഞ്ഞു. അവൾ ചെറുതായി ചിരിച്ചു. ഫ്ലാറ്റിലെത്തിയതും വിക്രം അവളുടെ കൂടെ നടന്നു. സർ പൊയ്ക്കോ, അവൾ പറഞ്ഞു. അത് വേണ്ട, ഞാൻ ആക്കി തരാം. അതും പറഞ്ഞ് അവനും പിന്നാലെ നടന്നു. അവൾ ഫ്ലാറ്റിന്റെ മുന്നിലെത്തിയതും ബെല്ലമർത്തി. ഇഷനെ ആരാ നോക്കി. രേഷു ആണെന്ന് കണ്ടതും വാതിൽ തുറന്ന ഉടനെ, രേഷു, നീ എവിടെയായിരുന്നു? എന്താ നീ ഇത്ര നേരമായിട്ട് വരാതിരുന്നത്? ഫോൺ എവിടെ നിന്റെ? ചുറ്റൊന്നും നോക്കാതെ ഇഷനി പൊട്ടിത്തെറിച്ചു. ഇഷു അവളെ നോക്കിയിരുന്നില്ല. നീ എന്താന്ന് പറയാത്ത രേഷു എന്നും പറഞ്ഞ് ഇഷു അവളുടെ മുഖത്തേക്ക് നോക്കി. അയ്യോ, ഇതെന്താ പറ്റിയത്? ഇഷുയുടെ ശബ്ദത്തിൽ പേടി കലർന്നു. എന്ത് പറ്റി രേഷു? എന്ത് നീ ഒന്നും മിണ്ടാത്തെ? ഇഷു നീ ഒന്നും മിണ്ടാതെ നിൽക്ക്, റിലാക്സ്, രേഷു പറഞ്ഞു. എൻ്റെ പൊന്നിഷു, ഇനി നീ കരയാൻ നിൽക്കലേ, എനിക്കൊന്നുമില്ലടി. ഹലോ, എന്തുവാ ഇത്? പെട്ടെന്ന് ആണ് പുറകിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം കേൾക്കുന്നത്. ഇഷാനി നെട്ടി അങ്ങോട്ട് നോക്കി. അവിടെ വിക്രം ചിരി അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ വിക്രമേട്ടൻ, എന്താ ഇവിടെ? ഇഷു വിക്രത്തെ പെട്ടെന്ന് ഫ്ലാറ്റ് മുന്നിൽ കണ്ടതും ചോദിച്ചു. ബെസ്റ്റ്. അപ്പോൾ ഇഷുട്ടി എന്നെ കണ്ടില്ലായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെ കാണാനാ? ആണല്ലേ, മുഴുവൻ ശ്രദ്ധയും ഫ്രണ്ടിലായിരുന്നല്ലോ, വിക്രം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? അതെ, വിക്രം പറഞ്ഞു. നിങ്ങളെങ്ങനെ ഒരുമിച്ച്? ഇഷുവിൽ സംശയം നിറഞ്ഞു. അതൊക്കെ തൻ്റെ ഫ്രണ്ട് പറയും. അത് കേട്ടപ്പോൾ ഇഷുവിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. അയ്യോ, ഞാൻ മറന്നു. ഏട്ടൻ വാ അകത്തേക്ക്. ഇല്ല, ഞാൻ തൻ്റെ ഫ്രണ്ടിനെ ഇവിടെ ആക്കാൻ വന്നതാ. എങ്കിൽ ഞാൻ പോട്ടെ, അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ഇഷു രേഷുവിൻ്റെ കൂടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ആ നിമിഷം വിക്രം നടന്നു നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സമയത്ത് തന്നെ രേഷുവും ഒന്ന് തിരിഞ്ഞു നോക്കി. രണ്ടുപേരുടെ കണ്ണുകൾ ഉടക്കി. രേഷു പെട്ടെന്ന് നോട്ടം മാറ്റി അകത്തേക്ക് നടന്നു. എടാ, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ പറയാം, ഞാനൊന്ന് വാഷ്റൂം പോട്ടെ. ഓക്കെ, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവൾ വാഷ്റൂമിൽ പോയതും ദേവുവിനെ കഴിഞ്ഞ് വിളിച്ച് കാര്യം പറഞ്ഞു. അവൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല, അവൾ എത്തിയെന്ന് പറയാൻ വിളിച്ചതാണ് ഞാൻ. ഞങ്ങൾ നാളെ വരാമെന്ന് അവളെ കാണാൻ. എന്ത് പറ്റിയതെന്ന് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആടെ, എന്നിട്ട് മെസ്സേജ് ചെയ്യും. ഓക്കേടാ, അതും പറഞ്ഞ് ഫോൺ വെച്ച് അവൾക്കുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി. അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് രേഷുവിൻ്റെ റൂമിലേക്ക് നടന്നു. ആ സമയം കൊണ്ട് രേഷു ഫ്രഷായിട്ടുണ്ടായിരുന്നു. അവൾ ബെഡിലിരുന്ന് എന്തെല്ലാം ചിന്തയിലായിരുന്നു. ഇഷു രേഷുവിനെ നോക്കി. അവൾ ഈ ലോകത്തൊന്നുമില്ല എന്ന് തോന്നിപ്പോയി. താൻ ഇവിടെ നിൽക്കുന്നത് പോലും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നി. യേശു വിളിച്ചു. പക്ഷെ അതുപോലും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് ഇഷുവിന് തോന്നിപ്പോയി. ഇഷു അവളുടെ തോളിൽ കൈവച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടി ഇഷുവിനെ നോക്കി. എന്താടി? ഇഷു കൈ പെട്ടെന്ന് എടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ഇഷു, ഞാൻ എന്താ ആലോചിച്ചിരുന്നതാ. ഇഷു അവളെ സംശയത്തെ നോക്കി. ശരിക്കും നിനക്ക് എന്താ പറ്റിയത്? അത് കേട്ട് യേശു നേട്ടു. പിന്നെ അത് മറച്ചു പിടിച്ച് ഇഷുവിനെ നോക്കി. എടാ, അതെൻ്റെ വണ്ടിയിൽ ഒരു കാർ വന്ന് മുട്ടിയതാണ്. ആ ടൈം വിക്രം സാർ അവിടെ ഉണ്ടായിരുന്നു. സാർ എന്നെ കണ്ടപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നെ ഇവിടെ വരെ ആക്കി തന്നത്, അത്രമാത്രം. യേശു എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തി. യേശു അപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ചെറിയൊരു ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി. യേശു അത് വാങ്ങി കുടിച്ചു. യേശു, നീ ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഞാൻ വിശ്വസിച്ചെന്ന് നീ കരുതി കേട്ടോ. യേശു അവളെ നോക്കി. നീ ഓർക്കുന്നുണ്ടോ രേഷു? പണ്ട് നീ പറയുമായിരുന്നു, കള്ളം പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമണി ചലിക്കുമെന്ന്. ഇപ്പോൾ നീ ഇത് പറയുമ്പോൾ നിന്റെ കൃഷ്ണമണി കാണിച്ചു തന്നു എനിക്ക് കള്ളമാണ്. രേഷു തല താഴ്ത്തി. ഇഷു അവളെ നോക്കി പുറത്തേക്ക് നടന്നു. യേശു പിന്നിൽ നിന്ന് വിളിച്ചു. ഞാനത് രേഷു എന്തോ പറയാൻ വന്നു. ഇഷു കൈകൊണ്ട് തടഞ്ഞു. നീ എന്നോട് മറച്ചു വെക്കണമെങ്കിൽ പ്രോബ്ലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായി. നീ ഇത് പറയാനാവുമ്പോൾ പറഞ്ഞാൽ മതി.
യേശു അവളെ ചേർത്ത് നിർത്തി പറഞ്ഞു, ഞാൻ പറയാം, ഇപ്പോഴല്ല എന്ന് മാത്രം. യേശു അവളെ തിരികെ പുണർന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. അത് പറഞ്ഞു യേശു റൂമിൽ പോയി. യേശുവിൻ്റെ മനസ്സിൽ ആ സംഭവം കടന്നു പോയി. അവളുടെ ഉള്ളൊന്ന് വിറച്ചു. എങ്ങനെ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയാം? ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും യേശുവിൻ്റെ ഫോണിലേക്ക് ഒരു അന്നോൺ നമ്പർ തെളിഞ്ഞു. അവൾ ഫോണെടുത്ത് ചെവിയോടെ ചേർത്തു. ഹലോ, ആരാ? അപ്പുറത്തൊരു പൊട്ടിച്ചിരിയായിരുന്നു കേട്ട്. ഇന്നേക്ക് നീ രക്ഷപ്പെട്ടു, പക്ഷെ എപ്പോഴും നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നിനക്ക് നിൻ്റെ ജീവിതം വേണമെങ്കിൽ നിൻ്റെ കയ്യിലുള്ള ആ വീഡിയോ എന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ നിൻ്റെ മാത്രമല്ല, നിനക്ക് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഞാൻ ആ വീഡിയോയിൽ ഉള്ളതുപോലെ ചെയ്യും. അതും നിൻ്റെ മുന്നിൽ വെച്ച്. നിൻ്റെ ഫാമിലി, അമ്മ, ചേച്ചി, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരെയും. എന്താ, അത് വേണോ? വേണ്ടെങ്കിൽ നീ ആ വീഡിയോ ഫുട്ടേജ് ആയി നാളെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം. ഇതെല്ലാം കേട്ട് യേശു ശ്വാസം വിടാൻ പോലും മറന്നു നിന്നു. എന്താടി നീ ഒന്ന് പറയാത്തെ? അയാൾ ആക്രോശിച്ചു. ഞാൻ വരാം, അവൾ പതിയെ പറഞ്ഞു. ഗുഡ്, അതാവും നിനക്കും നിൻ്റെ ചുറ്റുമുള്ളവർക്കും നല്ലത്. പിന്നെ പോലീസിലെ അറിയിക്കാൻ ഒന്നും നിൽക്കണ്ട, അത് നിനക്ക് നല്ലതിനാവില്ല. അവൾ മോളി ഫോൺ ഓഫാക്കി. യേശു തലയിൽ കൈ താങ്ങിയിരുന്നോ ആ നിമിഷം അവൾക്ക് വിക്രത്തിൻ്റെ ഓർമ്മക്കം മനസ്സിൽ തെളിഞ്ഞു. അയാളോട് എല്ലാം പറഞ്ഞാലോ?